ഞാൻ KU ഷാജി ശർമ്മ. ഇന്ന് ജമ്മു കാശ്മീരിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട നിരപരാധികളായ ആ 26 ആത്മാക്കളുടെ മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. നോക്കൂ, ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ അതിദാരുണമായി 26 പേര് ടൂറിസ്റ്റുകൾ മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവുക. കൊലപാതകങ്ങൾ, ഒരുപാട് ഭീകരാക്രമണങ്ങളെ നേരിട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ ഇതിനു മുൻപ് പലതവണ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിട്ടും നടപ്പാക്കിയതും ഒക്കെയാണ്. അതിന് നമ്മൾ തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഭീകരമായ ഒരു രീതിയിൽ മതം ചോദിച്ചുകൊണ്ട്, മതം തിരിച്ചുകൊണ്ട്, മതത്തിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായി ഹിന്ദുക്കളെ അതിനിഷ്ഠൂരമായി കൊന്നൊടുക്കിയ, അതിലൊരു ക്രിസ്ത്യാനിയും ഉൾപ്പെടെ, അതായത് ഇസ്ലാം അല്ലാത്ത ആളുകളെ മാറ്റി നിർത്തി അതിനിഷ്ഠൂരമായി കൊല ചെയ്ത ഒരു ഭീകരവാദ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഈ വിഷയമാണ്. അതതിൻ്റെ ഗൗരവത്തിൽ നമ്മൾ കാണണം. നോക്കൂ, കാശ്മീർ 370 എടുത്തു കളഞ്ഞതിന് ശേഷം വളരെ സമാധാനപൂർണമായി വന്ന ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, തൊഴിൽ രംഗത്ത് വളരെ വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞ 5 വർഷം കൊണ്ട്. അതിനുശേഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, പ്രാദേശികമായ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു പ്രാദേശിക ഗവൺമെൻറ് ഉണ്ടായി. സാധാരണ നിലയിൽ ജനങ്ങളുടെ ജീവിത രീതി സാധാരണ നിലയിലേക്ക് എത്തി. അവിടെ ടൂറിസ്റ്റുകൾ, കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നു. ജമ്മു കാശ്മീരിലെ സാധാരണക്കാരായ ആളുകളുടെ സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുന്നു. അവരുടെ ജീവിത സാഹചര്യം മാറുന്നു. വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലുള്ള സമയത്താണ് പാകിസ്ഥാൻ്റെ ഒത്താശയോടുകൂടി ഇസ്ലാമിക മതഭീകരവാദികൾ ഈ അറും കൊലകൾക്ക് നേതൃത്വം കൊടുത്തത്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. വടക്കേ ഇന്ത്യയിൽ ഒരു പശുവിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ഒരു വടക്കേ ഇന്ത്യക്കാരൻ, ഏതെങ്കിലും ഒരു ഹിന്ദു എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ ഉടനെ RSS, BJP എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടെ മെഴുകുതിരി കത്തിക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാർ, സിനിമ, സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള ഒരാൾ പോലും ഇത്ര ദിവസമായിട്ട് ഒരക്ഷരം പ്രതികരിച്ച് കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനൊരു വിഷമത്തോടു കൂടി ഒരു വീഡിയോ ഇടുന്നത്. നോക്കൂ, മതം തിരിച്ചാണ് അവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. മുസ്ലിങ്ങളെ വേറെ നിർത്തി, ഹിന്ദുക്കളെ വേറെ നിർത്തി. അപ്പം അതുകൊണ്ട് ഭീകരതയ്ക്ക് മതമുണ്ട്. ആ മതത്തിൻ്റെ പേര് ഇസ്ലാമിക ഭീകരവാദമെന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ ആരും തീവ്രവാദത്തെ വെള്ളപൂശേണ്ട കാര്യമില്ല. കാരണം മതമുള്ളത് കൊണ്ടാണ് അവരുടെ മതത്തെ മാറ്റി നിർത്തി മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ അവിടെ അതിനിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നത്. എനിക്ക് കേരളത്തിൽ ചില ആളുകളോട് ചില ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. നോക്കൂ, പാലസ്തീന് വേണ്ടി ഇവിടെ പാലസ്തീന് വേണ്ടി ഒരുപാട് സ്റ്റോറികൾ ചെയ്തിരുന്ന പ്രശസ്ത സിനിമാ നടൻ ദുൽഖർ സൽമാൻ ഈ വിവരം അറിഞ്ഞിട്ടേ ഇല്ല. ദുൽഖർ ഈ വിഷയം അറിഞ്ഞിട്ടില്ല. പാലസ്തീന് വേണ്ടി കിടന്ന് കേഴുകയായിരുന്നു. CA വിരുദ്ധ സമരം നടന്ന സമയത്ത് അതിനുവേണ്ടി അലമുറ ഇട്ട, അതിനുവേണ്ടി അലറി വിളിച്ച ശ്രീമാൻ പൃഥ്വിരാജ് ഈ കാശ്മീരിൽ നടന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. മണിപ്പൂരിലേക്ക് നോക്കി എത്രയോ ആളുകൾ കുരച്ചു. ആ കൂട്ടത്തിൽ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരുത്തനും കൂടി കുരച്ചായിരുന്നു മണിപ്പൂരിന് വേണ്ടിയിട്ട്. സുരാജ് ഇപ്പോൾ കാശ്മീരിലെ വിഷയം അറിഞ്ഞിട്ടില്ല. സുരാജ് എവിടെയാണെന്ന് തന്നെ അറിയില്ല. മാത്രമല്ല, കേരളത്തിലെ ഒരു സാംസ്കാരിക നായകന്മാർ പോലും, ഒരു മനുഷ്യൻ പോലും ഈ വിഷയത്തെക്കുറിച്ച് ഒരു 2 അക്ഷരം പ്രതികരിക്കുന്നത് കണ്ടില്ല. അത് ഇസ്ലാമിക ഭീകരവാദികളാണ് അത് ചെയ്തത്, അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം അവർ കാണിക്കുന്നില്ല. കാരണം
അവിടെ ഒരു സംഘടിത മതസമൂഹമാണ് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല മാൻ ആ പാവം ഈ കാശ്മീരിലൊരു സാധാരണ പൗരൻ ഈ വിഷയത്തിൽ ഇടപെടാൻ പോയപ്പോൾ അദ്ദേഹം കൂടി വെടികൊണ്ട് മരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ 26 പേരെ അതിനിഷ്ഠൂരമായി വെടിവെച്ച് കൊന്നത്, അതിലേറ്റവും കൂടുതൽ മരണപ്പെട്ടത് ഹിന്ദുക്കളായതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോ സാമൂഹ്യ രംഗത്തുള്ള ഒരാൾ പോലും പ്രതികരിക്കാതിരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ ചിന്തിക്കണം, ഇവരൊക്കെ ആരാണ്, ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന്. ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് ഭീകരവാദികളെയോ പാകിസ്ഥാനെയോ അല്ല. ആ ഭീകരവാദികൾക്കും പാകിസ്ഥാനും വേണ്ടി ഈ ഇന്ത്യയുടെ മണ്ണിൽ ജീവിച്ച് ഈ ഇന്ത്യയിലെ ഉപ്പും ചോറും തിന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ, ഫേസ്ബുക്കുകളിൽ, അതുപോലെ തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഒത്താശ പാടുന്ന ഇത്തരം നിഷ്ഠൂര ജീവികളെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഉള്ളിലുള്ള ആളുകളെ നമ്മൾ ഭയക്കണം. പ്രിയമുള്ളവരെ, സുരക്ഷാ വീഴ്ച എന്നൊന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന് സുരക്ഷാ വീഴ്ച പറ്റിയെന്ന്. നോക്കൂ, ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇന്ന് കാശ്മീർ ഭരിക്കുന്നത് ഒരു സർക്കാരാണ്, പ്രാദേശികമായ ഒരു സർക്കാരുണ്ട്, ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ളൊരു സർക്കാരാണ്. ജൂണിൽ തുറന്നു കൊടുക്കാൻ നിർദ്ദേശം കൊടുത്ത ഈ ബൈസൺ വാലി എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ ബൈസൺ വാലി എന്ന് പറയുന്ന ഈ ജൂണിൽ തുറക്കാൻ നിർദ്ദേശം കൊടുത്ത ഈ സ്ഥലം ഏപ്രിൽ 20-ാം തീയതി ആർക്ക് വേണ്ടി തുറന്നു കൊടുത്തു, എന്തിനു തുറന്നു കൊടുത്തു? അത് ഒമർ അബ്ദുള്ള മറുപടി പറയണം. പ്രാദേശിക സർക്കാർ ഏപ്രിൽ മാസം അത് തുറന്നു കൊടുത്തു. തുറന്നു കൊടുക്കുന്ന സമയത്ത് അത് കേന്ദ്ര സർക്കാരിനെയോ മിലിറ്ററിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സുരക്ഷാ സേനയെയോ കേന്ദ്ര സർക്കാരിനെയോ അറിയിക്കാതെ ഏപ്രിൽ 20-ാം തീയതി ടൂറിസ്റ്റുകൾക്ക് ഈ സ്ഥലം തുറന്നു കൊടുക്കുകയും അങ്ങനെ തുറന്നു കൊടുത്ത വിവരം പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ആര് പറഞ്ഞു ഒറ്റിക്കൊടുത്തു? അതും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഒമർ അബ്ദുള്ളയ്ക്കും ഇതിൽ പങ്കുണ്ട്, നേരിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ട്. കാരണം അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. കാരണം അവിടുത്തെ ഭരണകർത്താവ്, ജമ്മു കാശ്മീരിലെ ഭരണകർത്താവ് ഒമർ അബ്ദുള്ളയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുത്തത് പാകിസ്ഥാൻ ഭീകരവാദികളാണ്. പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഒത്താശ പാടിക്കൊടുത്തത് ജമ്മു കാശ്മീരിലെ ഇസ്ലാമിക ഭീകരവാദികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് മതമുണ്ട്. ഈ ഭീകരവാദികൾക്ക് മതമുണ്ട്. അതുകൊണ്ടാണ് അവർ മതം ചോദിച്ച്, കലിമ ചൊല്ലാൻ പറഞ്ഞ് മതം ചോദിച്ച് നിക്കർ അഴിച്ചു നോക്കി, പാൻ്റ് അഴിച്ചു നോക്കി ആളുകളെ ഷൂട്ട് ചെയ്യുന്ന, വെടിവെച്ച് കൊല്ലുന്ന ഈ നരാധമന്മാർക്ക് ചുട്ട മറുപടി നമ്മുടെ സർക്കാർ കൊടുക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും നമ്മളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തക്കതായ ഈ 26 പേരുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ തീർച്ചയായും ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രകടനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളെക്കാൾ കൂടുതൽ നമ്മുടെ അകത്ത്, ഭാരതത്തിനകത്ത്, പ്രത്യേകിച്ച് കേരളത്തിനകത്തിരിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പറയാതെ പറയുന്ന, ഭീകരവാദികൾക്ക് പിന്തുണ പറയാതെ പറയുന്ന ഇത്തരം ഈ സൂക്ഷ്മജീവികളെ നമ്മളിനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക. ഭാരതത്തിനോടൊപ്പം എല്ലാം മറന്ന് സർക്കാരിൻ്റെ ഈ പ്രവൃത്തിക്ക് പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പോരാടാം ഭീകരവാദത്തിനെതിരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൃശ്യമാധ്യമങ്ങളിലൂടെ പറയാതെ പറയുന്ന, ഭീകരവാദികൾക്ക് പിന്തുണ പറയാതെ പറയുന്ന ഇത്തരം ഈ സൂക്ഷ്മജീവികളെ നമ്മളിനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക. ഭാരതത്തിനോടൊപ്പം എല്ലാം മറന്ന് സർക്കാരിൻ്റെ ഈ പ്രവൃത്തിക്ക് പൂർണ്ണമായ പിന്തുണ അറിയിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പോരാടാം ഭീകരവാദത്തിനെതിരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.